ആരിഫീങ്ങളിൽപ്പെട്ട ഒരു മഹാന് അദ്ദേഹം പറയുകയാണ്, ബൈനമാ അനഫി ത്വരീഖി അസീർ, ഞാനൊരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ നോമ്പുകാരനാണ്. അങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു പുഴ, ഒരു നദി ഞാൻ കണ്ടു. ഞാൻ അതിൽ മുങ്ങി കുളിച്ചു. ആ സമയത്ത് ഒരു നല്ല സഫർജൽ അത് ആ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നത് ഞാൻ കണ്ടു. ഞാനത് എടുത്തു, എന്റെ നോമ്പ് മുറിച്ചു. നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ അത് എടുത്തുകൊണ്ട് ഞാൻ നോമ്പ് തുറന്നു. അങ്ങനെ നോമ്പൊക്കെ തുറന്നപ്പോൾ എനിക്ക് വലിയ ഖേദം വന്നു. ഞാൻ ചിന്തിച്ചു, അല്ലാഹുവേ, ഞാൻ നോമ്പ് തുറന്നത് അഫ്തർതു അലാ മാ ലൈസ ലി, എനിക്ക് അർഹതപ്പെടാത്ത ഒന്നിന്റെ മേലിലാണല്ലോ ഞാൻ നോമ്പ് തുറന്നത്, മറ്റൊരാളുടെ ഭക്ഷണമാണല്ലോ ഇത്. അങ്ങനെ അദ്ദേഹം നേരം വെളുത്തപ്പോൾ നടന്നു. അങ്ങനെ ആ പുഴയുടെ അരികിലൂടെ അങ്ങ് നടന്ന് കുറെ അങ്ങ് എത്തിയപ്പോൾ ഒരു പ്രായമായ ഒരു വ്യക്തിയുടെ അരികിലേക്ക് അദ്ദേഹത്തോട് പറഞ്ഞു, യാ ഷെയ്ഖ്, നിങ്ങളുടെ ഈ തോട്ടത്തിൽ നിന്ന് ഒരു സഫർജല് വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി വന്നു. ഞാനത് എടുക്കുകയും ഞാനത് കഴിക്കുകയും ചെയ്തു. എനിക്ക് അതിന്റെ പേരിൽ വല്ലാത്ത ഖേദമുണ്ട്. നിങ്ങൾ എനിക്കത് പൊരുത്തപ്പെട്ടു തരണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിന്റെ ഓണറല്ല, ഞാൻ ഇതിന്റെ കൂലിക്കാരനാണ്, ഞാൻ ജോലിക്കാരനാണ്. ഞാൻ 40 വർഷമായി ഇതിൽ ജോലി ചെയ്യുന്നു. ഇതിൽ നിന്ന് ഒരൊറ്റ സഫർജല് പോലും അല്ലെങ്കിൽ ഒരു പഴം പോലും ഞാൻ ഇതുവരെ രുചി നോക്കിയിട്ടില്ല. 40 കൊല്ലം ഞാൻ ജോലി ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ആരുടേതാണ്? അപ്പൊ പറഞ്ഞു, ഇത് 2 സഹോദരന്മാരുടേതാണ്, ഒരു ജ്യേഷ്ഠന്റെതും അനുജന്റെതുമാണ്. അവരെവിടെയാണ്? അവരെ സ്ഥലം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം കുറെ അങ്ങനെ പോയപ്പോൾ ഒരാളെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഈ തോട്ടത്തിൽ നിന്ന് ഞാൻ പഴമെടുത്തിട്ടുണ്ട്, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. അദ്ദേഹം പറഞ്ഞു, ഇത് പൂർണ്ണമായും എന്റെ അധികാരത്തിലല്ല, പകുതി എന്റേതാണ്, പകുതി എന്റെ സഹോദരന്റേതാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ വിഹിതം ഞാൻ പൊരുത്തപ്പെട്ടു തന്നു. അപ്പൊ ചോദിച്ചു, നിങ്ങളുടെ സഹോദരൻ എവിടെയാണ്? എവിടെ നിന്നാണ് അദ്ദേഹത്തെ കിട്ടുക? അപ്പൊ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോയാൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അദ്ദേഹം കുറെ നടന്നു. അങ്ങനെ നടന്നു അദ്ദേഹത്തിന്റെ സഹോദരനെ കണ്ടുമുട്ടി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ ഇല്ലാ ബിശർത്തിൻ, ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ നിങ്ങൾ അംഗീകരിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തരാം. എന്താണ് കണ്ടീഷൻ? എനിക്കൊരു മകളുണ്ട്, ആ മകളെ നിങ്ങൾ വിവാഹം കഴിക്കണം. മാത്രമല്ല മുസവ്വിജു കൈബിനത്തി, നിങ്ങൾ എന്റെ മകളെ വിവാഹം കഴിക്കണം. നിങ്ങൾക്ക് ഞാൻ ഒരു 100 ദീനാർ നിങ്ങൾ അവൾക്ക് കൊടുക്കുകയും വേണം. 100 ദീനാർ മഹറായി കൊടുക്കുകയും നിങ്ങൾ അവളെ വിവാഹം കഴിക്കുകയും വേണം. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ജോലിയുമില്ലാത്ത ആളാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു സഫർജല് ഒരു പഴം പൊരുത്തപ്പെടാൻ ഇത്രയും വലിയ കണ്ടീഷനാണോ? അദ്ദേഹം പറഞ്ഞു, ഈ ഷർത്തില്ലാതെ ഞാൻ പൊരുത്തപ്പെടില്ല. അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹം പൊരുത്തപ്പെട്ടു കൊടുക്കുന്നില്ല. അവസാനം സമ്മതിച്ചു, ഞാൻ പൊരുത്തപ്പെട്ടു തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു 100 ദീനാർ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ 100 ദീനാർ നിങ്ങൾ എന്റെ മകൾക്ക് മഹർ കൊടുക്കണം. 100 ദീനാർ കൊടുത്തു. ആ 100 ദീനാർ മഹറായി കൊടുത്തു. അങ്ങനെ വിവാഹം കഴിച്ചു. അവര് ജീവിതം ആരംഭിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ കണ്ടപ്പോ പുറത്തുള്ള ആളുകൾ ഇങ്ങനെ ആക്ഷേപിക്കാൻ തുടങ്ങി. ഫലാമുഹുന്നാസ് അലാ ദാലിക്, ജനങ്ങൾ ഇങ്ങനെ കുറ്റം പറയാൻ തുടങ്ങി, ആക്ഷേപിക്കാൻ പറഞ്ഞു. ആളുകൾ പറഞ്ഞു, നിങ്ങളെ മകളെ ഒരുപാട് രാജാക്കന്മാരുടെ, ഒരുപാട് പണക്കാരുടെ ആ മക്കൾ വന്ന് ആലോചന നടത്തി. പക്ഷെ അവർക്കൊന്നും നിങ്ങൾ മകളെ കൊടുത്തില്ല. നിങ്ങൾ കൊടുത്തതോ ലി ഫഖീരില്ലാ മാലലഹു, ഒരു സമ്പത്തുമില്ലാത്ത ഒരു ഫഖീറിനാണ് നിങ്ങളെ മകളെ കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു, യാ ഖൗം ഇന്നമാ റഗിബതു ഫിൽ വറഇ വദ്ദീൻ, ഞാൻ ദീനിലും വറഇലുമാണ് ഞാൻ എന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. വലി അന്ന ഹാദ റജുൽ മിൻ ഇബാദില്ലാഹി സ്വാലിഹീൻ, ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരാളാണ്. അതുകൊണ്ടാണ് അബദ്ധത്തിൽ ഒരു സഫർജൽ തിന്നപ്പോഴേക്ക് അത് പൊരുത്തപ്പെടിപ്പിക്കാൻ ജോലിക്കാരന്റെ അരികിലും എന്റെ സഹോദരന്റെ അരികിലും എന്റെ അരികിലും വന്ന് ഒരു വിവാഹത്തിന് പോലും അദ്ദേഹം തയ്യാറായത് അദ്ദേഹത്തിന്റെ ആഖിറം രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ദീനും വറവുമാണ്, അതാണ് ഞാൻ നോക്കിയതെന്ന് പറയുമ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് അവിടെ രക്ഷപ്പെട്ടത്. സഹോദരങ്ങളെ, മക്കൾക്ക് വിവാഹം നോക്കുമ്പോൾ ആരെങ്കിലും ആകണം, എങ്ങനെങ്കിലും കഴിഞ്ഞു കിട്ടണം എന്ന ഒരു ചിന്ത നമ്മളെ ഖൽബിൽ വരരുത്. സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്, അറിവുണ്ട്, എല്ലാം നോക്കണം, വേണ്ടെന്ന് പറയുന്നില്ല. തറവാടിത്ത് നോക്കണം, എല്ലാം നമ്മൾ നോക്കണം. ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കുട്ടിക്ക്, എന്റെ മകൾക്ക് അല്ലെങ്കിൽ എന്റെ മകൻക്ക് ഇണയായി തെരഞ്ഞെടുക്കുന്ന എന്റെ മരുമകൾ അല്ലെങ്കിൽ എന്റെ മരുമകൻ ദീനുണ്ടോ, വറവുണ്ടോ, സൂക്ഷ്മതയുണ്ടോ, ഇത് നാം തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇത് രണ്ടുമില്ലാതെ ദുന്യാവ് എത്ര ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല. നമ്മുടെ സന്താന പരമ്പര ഒരിക്കലും നന്നാവുകയില്ല. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെ, സന്താന പരമ്പര സ്വാലിഹീങ്ങളാക്കി തിരുമാറാകട്ടെ.